ഒരു പള്ളിക്കകത്ത് ഒരു വിശ്വാസിയെ മുട്ടിൽ ഇഴഞ്ഞു വന്ന് പൊതുവേദിയിൽ അവിടെ പള്ളിയിൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്ത് മാപ്പ് പറയണം എന്നുള്ള ഒരു പരിപാടി ചെയ്യിച്ചാൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ വിഷ്വൽസാണ് ഇവിടെ വയ്ക്കാൻ പോണത്. ഭൂമി ഇടപാട് ചോദ്യം ചെയ്തു. ദേവാലയത്തിനുള്ളിൽ വിശ്വാസിയെ മുട്ടിൽ നിർത്തി മാപ്പ് പറയിച്ചു. വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതിന് മുമ്പ് ഇതെന്താ സംഗതി എന്ന് ഞാൻ വായിക്കാം നിങ്ങൾക്ക്. വിശ്വാസിയെ മുട്ടിലിഴച്ച് ഇടവക നേതൃത്വം. തിരുവനന്തപുരം കരുകുളം ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിലാണ് വിശ്വാസിയെ മുട്ടിലിഴയിച്ചത്. ഇടവകയുടെ ഭൂമി കൈമാറ്റം ചോദ്യം ചെയ്തതിനാണ് യുവാവിനെ മുട്ടിലിഴച്ചത്. അപ്പോൾ പിന്നെ അറിയാലോ, ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ, എല്ലാം ദൈവങ്ങൾക്ക് വേണ്ടിയില്ലേ ഡി. അപ്പോൾ ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. മുട്ടിലിഴഞ്ഞ് പൊതുമാപ്പ് പറയണമെന്ന് ഇടവക നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു. ക്രിസ്മസ് ദിനത്തിലാണ് സംഭവം നടന്നത്. ക്രിസ്മസ് ദിവസം അല്ലെങ്കിലും ഇത് ചോദ്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടിൽ തന്നെ ഇഴയിക്കും, അല്ലെങ്കിൽ മുട്ടിൽ തന്നെ നടത്തിക്കും, മുട്ടിൽ നിർത്തിക്കും ഒക്കെ ചെയ്യുവന്മാർ. മിൻട്രസ് എന്ന യുവാവിനാണ് ദുരനുഭവം. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നാണ് ഇടവക നേതൃത്വത്തിൻ്റെ നിലപാട്. നല്ല നിലപാട്. വീഡിയോ ചുവടെ കാണാം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെങ്കിലും വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. എനിക്ക് എഴുതാൻ വായിക്കാനെന്ന് അറിഞ്ഞില്ല. ഞാൻ കടലിലാണ് ജോലി ചെയ്തത്. ഞാൻ മാർക്ക് ചോദിക്കാനായിട്ട് വന്നത്. ഇവിടെ രണ്ടുപേര് വീട് പോകുന്നു. ഗവൺമെന്റേതായ ആ വീട് കൊണ്ടുപോകുമ്പോൾ തന്നെ. അപ്പൊ ഈ ജനങ്ങളെ എവിടെ നമ്മൾ കൊണ്ട് പാർപ്പിക്കും? അതിന്റെ ഘട്ടമായിട്ട് ഇവര് ഭൂമി കൊടുത്തപ്പോൾ ഞാൻ പോയി ചോദിച്ചു. അതിനാണ് ഈ ശിക്ഷ. ഞായറാഴ്ച അച്ഛനെ പള്ളിയിൽ രണ്ടാമത്തെ കുർബാന അത് ചെറുതിനാണ് എന്ന് വെച്ചാൽ ആ സമയം ആദ്യത്തെ കുർബാനയ്ക്കാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഞാൻ പോയി ചോദിച്ചത് പറയാൻ പറ്റൂല. അച്ഛൻ അത് പറ്റൂല. കാരണം ഇവിടെ BCC അംഗങ്ങളുണ്ടെങ്കിൽ കമ്മിറ്റിക്കാരുണ്ടാകും എന്നതാണ് അവരുടെ വാദം. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങളെ പോലെയുള്ള എന്നെ പോലെയുള്ള കടലിൽ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളിതെല്ലാം ഉണ്ടാക്കിയത്. എന്നെ പോലെയുള്ളവർ, എന്റെ അപ്പനും എന്റെ അപ്പന്റെ പൂർവികരും എല്ലാവരുമാണ് നമ്മളുണ്ടായത്. അതിന് ഇവിടെ 1,45,000 രൂപ നമ്മൾ കൊടുത്തിരുന്നു. വരുന്ന സമയത്ത് ഈ വീടുകളെല്ലാം പോയി നമ്മൾ എവിടെ പോയിക്കില്ല എന്നതാണ് എന്റെ ചോദ്യം. അത് നിങ്ങൾ തന്നെ ആലോചിക്കും. അവരോട് പറഞ്ഞു കഴിഞ്ഞു, ധാരണ ആയല്ലോ. കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് വിളിച്ചറിയിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാവരും എന്തൊരു കഥയാന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു മനുഷ്യൻ, അയാൾ കൃത്യമായിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ കടലിൽ ജോലിക്ക് പോകുന്ന ഒരാളാണ്, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ചോദിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നു. ഇടവകയിൽ നടന്ന ഭൂമി ഇടപാട്, അതായത് കൃത്യമായിട്ട് അറിയണം, ഇടവകയിലുള്ള ഓരോ വ്യക്തികളുടെയും പൈസയാണ്. ഒരു ഇടപാട് നടക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അത് അറിയണം. ആ വ്യക്തി അത് കൃത്യമായി ചോദ്യം ചെയ്തു. അപ്പോഴേക്കും കുരു പൊട്ടി കുറേ ടീമുകൾ. എന്തൊരു എന്താ പറയുക, പള്ളിയിലച്ഛൻ ഇടവകയിൽ ബാക്കിയുള്ള നേതൃത്വം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടാണ് എന്നൊക്കെ ഞാൻ മറുനാടൻ സാജൻസ് കറിയാസ് ഒരു വീഡിയോനകത്ത് ഞാൻ കണ്ടു. അതിനകത്ത് കുറച്ച് ഫോൺ കോളും കാര്യങ്ങളൊക്കെ അങ്ങേര് വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോഴും മതം എന്ന് പറഞ്ഞൊരു സാധനം വരുമ്പോഴത്തേക്കും മതത്തിനടിയിൽ വീണ്ടും വേർതിരിവുകൾ വീണ്ടും വരുന്നുണ്ട്. മതവും വിശ്വാസമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ആളുകൾക്ക്. പക്ഷെ അതൊക്കെ കൂടുന്ന കൂട്ടത്തിൽ വീണ്ടും കൂടുന്നൊരു സാധനം എന്താ, അതിനടിയിൽ പിന്നെയും സബ് വരിക. മതത്തിനകത്ത് തന്നെ സബ് നല്ല പൈസ ഉള്ളൊരു മതത്തിൽപ്പെട്ട ആൾ, നല്ല പാവപ്പെട്ട ഒരു വ്യക്തി, പിന്നെ ജാതി, അങ്ങനെ 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 പോവാണ്. മതം വരുമ്പോൾ പിന്നെ ജാതി എന്താണെങ്കിലും വരുമല്ലോ. അപ്പം ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര പൊട്ടക്കാരിയാണോ എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ എല്ലാ ചോദ്യം ചെയ്യുന്നവർക്കും ഭയങ്കര പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്തൊരു വ്യക്തിയാ തന്നെ വയ്ക്കി, അയാളെ കൊണ്ട് മുട്ടിലഴയിച്ച് നടത്തുക. അപ്പോൾ ഇവരെന്താ യേശുവിനേക്കാൾ വലിയ ദൈവങ്ങളാണോ ഈ പള്ളിയിലിരിക്കുന്ന പള്ളിയിലച്ഛന്മാരും അതിൻ്റെ ബാക്കി നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ?
അല്ല ഈ ഭയങ്കര ശിക്ഷയൊക്കെ കൊടുക്കുന്നത് കാണുമ്പോഴാണ് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്നത്. അതായത് പല പല രീതിയിലുള്ള എന്താ പറയുക ഇങ്ങനത്തെ ആലയങ്ങൾ, അത് അമ്പലമാവാം പള്ളിയാവാം എന്തും ആവാം വോട്ടവർ, അതിൻ്റെയൊക്കെ മറവിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള ഭൂമി കച്ചവടവും വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാവും. ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യും. പക്ഷെ ആ ചോദ്യം ചെയ്യുന്നവരെ മിണ്ടാതിരുത്താൻ വേണ്ടി ഒരു കൂട്ടം വിശ്വാസി ജനം, കാരണം എല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാവുമ്പോൾ അവൻ ചോദിച്ചു അവൻ ദൈവകോപം മേടിച്ചു വരും നമുക്കെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ടാർഗറ്റ് ചെയ്യും. അല്ലെങ്കിൽ കൈയിട്ട് വാരി നക്കുന്നവരെല്ലാവരും കൂടിയും കൂട്ടം കൂടിയിട്ട് എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കുന്നവൻ്റെ വായ പൊത്തിക്കും. നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ ചെയ്ത പ്രവൃത്തി, പക്ഷെ അയാൾ മാസമാണ് കേട്ടോ, അത് ഞാൻ എടുത്തു പറയണം. കാരണം അയാൾ അടുത്ത് പള്ളിയിൽ വെച്ച് പറഞ്ഞു മാപ്പ് പറയല്ല, ഒന്നേക്ക് മാപ്പൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ ഒരു വിങ്ങിപ്പൊട്ടലുണ്ട് അങ്ങനെ ശബ്ദത്തിലുണ്ടെങ്കിൽ പോലും അങ്ങേര് അവിടെ വന്ന് കൃത്യമായിട്ട് അങ്ങേര് എന്തിനു വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്തത്, എന്താവശ്യത്തിന് അങ്ങേര് ചോദ്യം ചെയ്തുള്ളത് വളരെ കൃത്യമായിട്ട് അങ്ങേര് അവിടെ പറഞ്ഞു. അതിനാണ് ആ അവസാനമുള്ള കയ്യടി അവിടെ ഉള്ളവരൊക്കെ കയ്യടിച്ചത് അങ്ങേർക്ക്. അതൊരു വലിയ കാര്യമായി. കാരണം സാധാരണ രീതിയിൽ ഈ പള്ളി നേതൃത്വത്തിനെ പേടിച്ചിട്ട് അവരുടെ നിലപാടുകൾ പേടിച്ചിട്ട് വന്നിട്ട് മാപ്പ് പറഞ്ഞു പോവാം. പക്ഷെ അങ്ങനെയല്ല, അങ്ങേര് കൃത്യമായി ചോദ്യം ചെയ്തത് എന്തിനാന്നുള്ളത് അവിടെ നാട്ടുകാർ കേൾക്കെ മൈക്കിൽ പറഞ്ഞ്, പിന്നെ എന്നാടാ വിളിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങളൊക്കെ വൈറലാവണം ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ദൈവത്തിൻ്റെ പേരിലും ഈ പറഞ്ഞ മത സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ നടക്കുന്ന ബിസിനസ്സും കാര്യങ്ങളും അത് ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ പുറം ലോകം. ഇത് ഏത് നൂറ്റാണ്ടിലാണ്? ഇത് 2023 കഴിഞ്ഞ് 2024 ആവാനായി. ഇപ്പോൾ മുട്ടിലഴയിക്കുന്നു പോലും. ഏത് മറ്റേ ടീമുകളാണാവോ അതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ. അയ്യോ, ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ. ദൈവകോപം വരും.